ഹലോ ഗായ്സ്, ഞാൻ നിലയുടെ അമ്മ. ഇത് ദുബായ് വ്ളോഗിന്റെ ഡേ 2 ബാക്കി. അവിടെ ഈ ഐസ്ക്രീം ഒക്കെ ഇരിക്കണ കണ്ടപ്പോൾ അപ്പോഴേ കൊതി വന്നിട്ട് ചിക്കനെ കൊണ്ടത് വാങ്ങിപ്പിച്ചു. ഇത് പിസ്താഷ്യോ ഫ്ലേവർ, അടിപൊളിയാണ്. ദുബായ് മാളാണ്. അപ്പം ദുബായ് മാളിൽ നമ്മൾ വന്ന് ബുർജ് ഖലീഫ കയറിയിട്ട് ഭയങ്കര ടയർഡായി. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് മാളൊന്നൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബുർജ് ഖലീഫയിൽ ഞങ്ങൾ പോയിട്ട് വന്ന് നല്ല ടയേർഡായിരുന്നു. പക്ഷേ ഇനി ദുബായ് മാളിലേക്ക് വേറൊരു ദിവസം വരാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ദുബായ് മാളിൽ ഒന്ന് ചുറ്റി കറങ്ങാൻ വിചാരിച്ച് ഇറങ്ങി. അത് മാത്രമല്ല അക്വേറിയത്തിലും കയറണം. അങ്ങനെ ദുബായ് മാളിൽ വഴി നമ്മൾ അക്വേറിയത്തിൽ കയറാൻ വേണ്ടി നമ്മൾ നടക്കുക. ഒരു ഫേമസ് കടയാണ്, പേര് ഞാൻ വിട്ടുപോയി. പക്ഷേ ഇഷ്ടംപോലെ ഐറ്റംസ് കണ്ടാൽ തന്നെ കൊതി വരും. ഇത് മിക്കതും പിസ്താഷ്യൂ ഫ്ലേവറാണ് കേട്ടോ. അവർ ഏറ്റവും കൂടുതൽ അതിലാണ് ചെയ്യണമെന്ന് തോന്നണം. മോസ്റ്റ്ലി പിസ്തയാണ് ചെയ്യണം. പക്ഷേ റേറ്റ് കണ്ടപ്പോഴേ നമുക്കങ്ങ് ഇതായിട്ട് പിന്നെ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. ഓൾറെഡി നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതെല്ലാം കണ്ട് അതുപോലെ ഇറങ്ങി. ദുബായ് മാളെന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് നടന്ന് ബുർജ് ഖലീഫയിൽ പോയി നമ്മൾ തളർന്ന് ഓടിഞ്ഞാണ്. ദുബായിലെ ഏറ്റവും ലാർജസ്റ്റ് ഷോപ്പിംഗ് മാള് ദുബായ് മാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയാസും ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷറി സെൻറ്റേഴ്സും ഉണ്ട്. ഇഷ്ടംപോലെ 10-200 കടയെങ്കിലും ലക്ഷറി ഐറ്റംസ് മാത്രം വിൽക്കുന്ന കടസുണ്ട് കേട്ടോ. ഞാൻ ഈ ഏരിയ ഉണ്ടോ ലെവൽസ് എന്ന് പറയണം, മൊത്തം ലക്ഷറി ബ്രാൻഡുകളാണ്. ലൂയി വിറ്റൺ, പ്രാഡ, ഗൂച്ചി, അങ്ങനെ ഇതിൽ ഓരോ ചെരുപ്പ് നോക്കണം. ദൈവം എന്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ലക്ഷങ്ങളുടെ വിലയാണ്. കണ്ടാൽ പറയൂ, നമുക്കൊക്കെ സാധാ കിട്ടുന്ന പോലത്തെ ചെരുപ്പിനൊക്കെ 4000 ദറമാണ്. അത് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 93,000 സംതിങ്. അപ്പോഴേ ലക്ഷത്തിനടുത്തെത്തി. കാണാൻ കൊള്ളാമെങ്കിൽ പറയാറ്. ഇത് കണ്ടോ, അമ്മമാരിടുന്ന അതേ ചെരുപ്പുകൾ, നമ്മളൊക്കെ പണ്ട് ഇട്ട് കളഞ്ഞ പോലത്തെ ചെരുപ്പുകളാണ് ഇത്രയും വില. അങ്ങനെ ഇതെല്ലാം കണ്ട് ഒരാളവിടെ കിള്ളിപ്പോയി ഇരിപ്പുണ്ട്. ഷോപ്പിംഗ് അല്ലാതെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മുകളിൽ. പിന്നെ ഇത് കണ്ടോ, വലിയൊരു ഹ്യൂജായിട്ടുള്ളൊരു വാട്ടർഫോളാണ്. 2 സൈഡിലുണ്ട്. നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ ആൾക്കാർ ചാടുന്നത് പോലെ. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ പട്ടി ഷോയൊക്കെ കാണിച്ച് പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ വൈബൊക്കെ അടിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, ഇൻഡോർ തീം പാർക്കുകളുണ്ട്, പിന്നെ ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ ഉണ്ട്. അവിടെയാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചു നോക്കണം. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ കുറേ കറങ്ങി അപ്പോഴത്തേക്ക് ആമി വയലൻ്റ് ആയി തുടങ്ങി. പിന്നെ അവൾക്ക് ഒരു കളിപ്പാട്ടം വേണം. അങ്ങനെ ഒരു ചൈന ഷോപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ. ഇവിടെ നിന്ന് കുറേ ഐറ്റംസ് നോക്കി, കുറേ വെറൈറ്റീസ് ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം നോക്കി. ഈ ബൊമ്മക്കുട്ടിയുടെ എന്ത് സോഫ്റ്റ് എന്നറിയാമോ ഈ പൂച്ചക്കുട്ടി, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പിന്നെ ആൾ വാങ്ങിച്ചൊന്നും തന്നില്ല. എനിക്കത് താഴെ വയ്ക്കാനേ തോന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴതാ ആമി ഓരോന്നായിട്ട് പോയിക്കൊണ്ടുവരും. പിന്നെ അവിടെ വേണ്ട ഇതുണ്ടായിരുന്നു, ഒരു ബനാന, നല്ല രസമുണ്ടല്ലേ പഴം. അതൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ ബൊമ്മകളൊക്കെ ഹാർഡായിരുന്നു. ഇതൊക്കെ ഹാർഡാണ്, പക്ഷേ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ചവർ ഐറ്റംസൊക്കെ നോക്കി ആമി കുറേ നോക്കുന്നുണ്ട്. ഏത് വാങ്ങിക്കണം എന്ന് അറിഞ്ഞൂടാ. വലുതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് പറയുന്നുണ്ട് ചെറുതേ എടുക്കാവോ. അങ്ങനെ ആൾ വാഷിംഗ് മെഷീനും മിക്സിയൊക്കെ തന്നെ എടുത്തുകൊണ്ട് വരണത്. അതൊന്നും പറ്റില്ല. പിന്നെ അവസാനം ക്ലേ ഇവിടെ കിട്ടാത്തതാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ കുറേ നോക്കി. അപ്പം ഞാൻ ആ സൈഡിൽ കൂടെ ഞാനും കുറേ ഇങ്ങനെ നോക്കി. പിന്നെ ഒരു കുട്ടി ഐറ്റം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി. ഇനി നമ്മൾ അണ്ടർ വാട്ടർ സൂവിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങണം. നമ്മളവിടുത്തെ ലുലു മാൾ പോലെ അല്ല, ഒരു അന്തം ഇല്ലാതെ കിടക്കുകയാണ്. 3-4 റെസ്റ്റോറൻറ്റ് അടിച്ച് എത്തണില്ല, കണ്ടുപിടിക്കാൻ തന്നെ പാട്. നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ അതറിയാതെ പിന്നെ എല്ലായിടത്തും പോയത് അവക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചു. ഇനി അണ്ടർ വാട്ടർ സൂവിലെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.